ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ബസ് കയറി 5 കിലോമീറ്റർ ദൂരമുള്ള മണ്ണുത്തി ജംഗ്ഷനിൽ ഇറങ്ങി. ആ ജംഗ്ഷനിൽ നിന്ന് ഈ പള്ളിയുടെ ഭാഗത്തു നിന്ന് ഞാൻ നടന്നു. എൻ്റെ പോക്ക് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. നിങ്ങളും എൻ്റെ കൂടെ വന്നാലും പോകുന്ന വഴിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് കാണാം. മണ്ണുത്തി പ്രശസ്തമായത് ഇവിടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ്. പോകുന്ന വഴിയെല്ലാം നഴ്സറികൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നഴ്സറി ഐറ്റങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാം. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളും ധാരാളം. നഴ്സറി ഇവിടെ കുമിഞ്ഞു കൂടാൻ കാരണം മിക്കവാറും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം. ഈ സ്ഥലത്തെ നഴ്സറി ഹബ് ഓഫ് ഇന്ത്യ എന്നും മണ്ണുത്തി അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും നഴ്സറിയുടെ ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാലും ഞാൻ ഈ ചിറ കാണാനാണ് വന്നത്. ഈ ചിറയെ പഞ്ചകം ചിറ എന്നും അറിയപ്പെടുന്നു. അതിമനോഹരമായ ചിറയാണ്. ഈ ചിറയിൽ ഇരുന്ന് നമുക്ക് ഒരു സൂര്യാസ്തമയം കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ മരങ്ങൾക്കിടയിലൂടെ ആ സൂര്യനെ ഒട്ടും കാണാൻ കഴിഞ്ഞില്ല. ഈ ചിറയിലിരുന്ന് ധാരാളം സമയം വിശ്രമിക്കാം. പക്ഷേ വൈകുന്നേരമേ വരാവൂ, ഇല്ലെങ്കിൽ വെയിൽ കൊള്ളും. അതിന് ചുറ്റും മരങ്ങളില്ലല്ലോ. തെങ്ങ് ഉണ്ട്, അത് ഈ തണൽ തരുന്ന സ്ഥലത്തല്ല. അതൊക്കെ കമ്പി വേര് കൊണ്ട് മറച്ചു വച്ചിട്ടുള്ള തോട്ടങ്ങളാണ്. അതിൻ്റെ ഉള്ളിലും നഴ്സറി ചെടികൾ ധാരാളം വലുതായി നിൽക്കുന്നത് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ തെങ്ങിൻ്റെ വിളവ്, അതെ, തേങ്ങ കായ്ച്ചു കിടക്കുന്നത് അതിമനോഹരമാണ്. ഇവിടെ കാർഷിക യൂണിവേഴ്സിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ തെങ്ങൊക്കെ നല്ല പ്രൗഢിയോടെ നിൽക്കുന്നത്, കായ്ഫലത്തോടെ. ഈ ചിറ കാണാൻ അതിമനോഹരമാണ്. 2 ചിറയാണ്. ആ രണ്ടും തമ്മിൽ ബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ മുകളിലൂടെ നടക്കാൻ നല്ലൊരു നടപ്പാതയുമുണ്ട്. അവിടെ വന്ന് കാറോ ബസ്സോ പാർക്ക് ചെയ്യാനും സാധിക്കും. അതെ, ഇതിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ചും ഈ ചിറയിൽ ഇറങ്ങി ഒന്ന് വിശ്രമിക്കാം. ഈ ചിറയിൽ കുളിക്കാൻ പാടില്ല, കുളിക്കാം, പക്ഷേ സോപ്പ് ഉപയോഗിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. തുണി അലക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇതാ നേഴ്സറിയാണ് കേട്ടത്. അവിടെയെല്ലാം വലുതായി നിൽക്കുന്ന നേഴ്സറികളാണ് ഞാൻ കണ്ടത്. ഈ പോണ വഴിക്ക് വളരെയധികം അഗ്രികൾച്ചറുമായും ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളും ഞാൻ കണ്ടു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഉണ്ട്. അഗ്രികൾച്ചർപരമായിട്ടുള്ള റിസർച്ച് നടത്താനും പഠിക്കാനും മണ്ണുത്തിയിലോട്ട് വന്നാൽ മതി. ഇവിടുന്ന് 2 കിലോമീറ്ററാണല്ലോ വെള്ളാനിക്കര. ഇത് കോർപ്പറേഷൻ്റെ അതിർത്തിയാണ്. ഇത് കഴിഞ്ഞാൽ, ഈ ചിറ കഴിഞ്ഞാൽ പഞ്ചായത്തായി. ഈ ചിറയിൽ വരുന്ന വഴി ഞാൻ തൃശ്ശൂർ മേയറുടെയും തൃശ്ശൂർ MLAയുടെയും വീട്ടിലേക്ക് പോകാനുള്ള ബോർഡ് കണ്ടു. ഈ ചിറയ്ക്ക് തൊട്ടടുത്ത്. അവരോട് 2 പേരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ ചിറയിൽ വരുന്നവർക്ക് ഇരിക്കാൻ യാതൊരു സൗകര്യമില്ല. 2-3 ബെഞ്ചുകൾ അവിടെ ഉണ്ടാക്കിയിട്ടാൽ വരുന്നവർക്ക് ഒന്ന് ഇരുന്ന് വിശ്രമിക്കാമല്ലോ. ഞാൻ അവിടുന്ന് ബസ് കയറി ഗ്രൗണ്ടിലെത്തി. അവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. ബിന്നി ഹെറിറ്റേജ് എന്ന് പറഞ്ഞുള്ള ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ അലങ്കാരങ്ങൾ കണ്ടാൽ മതി വരില്ല. കുട്ടികളും കൊണ്ട് പോകാൻ പറ്റിയ ഒരു ഫുഡ് കോർട്ടാണിത്. ആ ഫുഡ് കോർട്ടിലായിരുന്നു എൻ്റെ രാത്രിത്തെ ഭക്ഷണം. പകൽ ഇത്രയും ഭംഗി ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ലൈറ്റിൻ്റെ ഭംഗി അത് പ്രത്യേകതയാണല്ലോ. ഞാനിവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വടക്കാഞ്ചിറ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഈ ഗ്രൗണ്ട് ഒന്ന് പ്രദക്ഷിണം വെച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. എൻ്റെ സിസ്റ്ററിൻ്റെ വീട് ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിലാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ലൈവും കാണണം, എൻ്റെ വീഡിയോകളും കാണണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം. തൃശ്ശൂർ താമസിക്കുന്നവർ എന്തായാലും ഈ ചിറ മറക്കരുതേ. ചിറ ഒന്ന് കണ്ടേ മതിയാവും എന്നാണ് എൻ്റെ അഭിപ്രായം.